ഹായ്, ചുങ്കത്ത് ജ്വല്ലറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ പ്രീവിയസ് എപ്പിസോഡ്സിലൊക്കെ നമ്മൾ വെഡ്ഡിങ് കളക്ഷൻസിനെ പറ്റി കുറച്ച് സംസാരിച്ചില്ലേ. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ബ്രൈഡ്സിന് ഉള്ള ഓർണമെൻറ്റ്സ് ആണ്. പക്ഷേ ഒരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുന്ന ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ സൗകര്യപൂർവ്വം മാറുന്നതല്ല. നമ്മുടെ കയ്യിൽ അതുപോലെ സ്പെഷ്യൽ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ടീനേജർ ഒരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ നേരത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആയിരിക്കും നമുക്ക് അവർ ചൂസ് ചെയ്യുക. അതേസമയം ഒരു മിഡിൽ ഏജ് പേഴ്സൺ ആണെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നോക്കാം. ഇന്ന് നമുക്ക് ഈ ഡിസൈൻസിനെ പറ്റി പറഞ്ഞു തരാൻ പോകുന്നത് ചുങ്കത്തിലെ എക്സിക്യൂട്ടീവാണ്. എനിക്ക് കുറേ സംശയങ്ങളുണ്ട് ഇതിനെപ്പറ്റി. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സ്പെഷ്യൽ സാധനമാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ടീനേജേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആയിരിക്കും. നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിനോട് ഇത് എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇതൊരു സിംഗപ്പൂർ കളക്ഷനിൽ വരുന്ന നെക്ലസ് ആണിത്. ചെറുത് സ്റ്റാർട്ട് ചെയ്തിട്ട് വലുതിലേക്ക് അവസാനിക്കുന്ന രീതിയിലുള്ളതായ ഒരു ഡംബൽസ് നെക്ലസ് ആണിത്. നമ്മൾ കുറച്ച് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി കിട്ടും. ഇതിൻ്റെ ഇടയിൽ കുറേ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ്റെ ഒപ്പം തന്നെ ഈ ബോളിൻ്റെ ചില ഗ്യാപ്പുകളിൽ അവിടെ ആ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ചെറിയ ഹോളോട് കൂടിയ മാലയാണ് ഇതിൻ്റെ പ്രത്യേകത. ചില ഭാഗങ്ങളിൽ തിളക്കം കൂടുന്നുണ്ട്. ആ തിളക്കം കൂടുന്നതിൻ്റെ പ്രത്യേകത പ്ലാറ്റിനം മോഡലിലാണ്, വൈറ്റ് ഗോൾഡ് പോളിഷോട് കൂടിയാണ് ഈ മാല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ ചെയ്ത മാലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 5.5 പവനോളം തൂക്കമാണ് ഈ മാലയ്ക്കുള്ളത്. കാര്യം കാഴ്ചയിൽ നമുക്ക് വലിപ്പം തോന്നുന്നില്ലെങ്കിൽ തന്നെയായാലും കുറച്ച് വെയിറ്റ് ഉള്ളതായ ഒരു മാലയാണ്. ഏകദേശം സിംഗപ്പൂർ ഡിസൈനിൽ വരുന്നതായ ഈ മാല. ഇത് ശരിക്കും ഇപ്പോൾ ഗോൾഡിലാണോ ഉള്ളത്? ഗോൾഡ് തന്നെയാണ്. ഇത് 916 ആണ്. 916 ആണ്. ഒരിക്കലും നമുക്കത് കാണുമ്പോൾ അത് അത്രയും അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഫിനിഷ് അതിന് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞൊരു ഡയമണ്ടിൻ്റെയൊക്കെ ഒരു ബ്രില്യൻസ് ആണ് അതിൽ നമുക്ക് തോന്നുക. ശരിക്കും ഭയങ്കര ഒരു എക്സെപ്ഷണൽ പീസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലും എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായിരിക്കും ഇത് ചൂസ് ചെയ്യുക. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മുടെ പഴയ ഡംബൽസ് മാലയുണ്ടല്ലോ, അതൊക്കെ ഒരു അതിൻ്റെ അകത്ത് വർക്കില്ലാത്ത രീതിയിലാണ് അത് നമ്മൾ കാണാറുള്ളത്. ഇത് അതിലെല്ലാം ചെറിയ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ക്രിയേറ്റിവിറ്റി ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിപ്പോൾ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും മോസ്റ്റ്ലി. അല്ലെങ്കിൽ പിന്നെ ഒരു സിൽവർ കളർ ബോർഡറുള്ള സാരിയുടെ കൂടെയൊക്കെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ. കൂടുതലും സിൽവർ പാറ്റേൺ ഉള്ള ഇതിനാണ് ഇത് മാച്ചായിട്ട് വരിക. നമുക്കൊരു വെറൈറ്റി പാറ്റേൺ തന്നെ നോക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഇത് സ്റ്റോൺ അല്ല, അത് എന്താണെന്ന് എനിക്ക് അറിയണില്ല. അപ്പം ഇതൊരു ചോക്കർ പോലെ എനിക്ക് തോന്നിയത്. ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഒരു പാറ്റേൺ. നമുക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. പുതിയ ട്രെൻഡായ ഒരു മാലയാണ് ഈ നെക്ലസ്. ഏകദേശം 4 പവനോളം തൂക്കം വരുന്നതായ ഈ മാല ഒരു ട്രഡീഷണൽ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നിടവിട്ടുള്ള ഗ്യാപ്പുകളിൽ നമുക്ക് റൂബിയോട് സാമ്യമുള്ളതായ കളേർഡ് സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈ വർക്കുകളെല്ലാം ആൻറ്റിക് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. 3 സ്റ്റെപ്പിലാണ് ഇതിൻ്റെ ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ കണ്ണികളും ഫ്ലെക്സിബിളാണ്. ഒന്നരാടം വരുന്നതായ ഈ കണ്ണികളെല്ലാം ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അണിയുന്ന ആൾക്കും അതൊരു കോൺഫിഡൻ്റായി തന്നെ ഫീൽ ചെയ്യും. മാത്രമല്ല ഇത് റൂബി അല്ലാത്തത് കൊണ്ട് ഒരുപാട് പൈസയും നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നില്ല. നല്ല ഭംഗിയുള്ളതായ ഈ നെക്ലസിന് ഇതെനിക്ക് തോന്നുന്നു വളരെ ട്രെൻഡി കളക്ഷനിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് ഏത് കോസ്റ്റ്യൂമിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ. സാരി മാത്രമല്ല,
ഒരു സ്കേർട്ടല്ല, ലെഹങ്കയല്ല, ഏത് വേണമെങ്കിലും എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ഒരു ഗൗണിൻ്റെ കൂടെയൊക്കെ അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചോക്കർ പോലെ ഇടുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിലെ സ്റ്റോണ് ആക്ച്വലി ഇത് സ്റ്റോൺ ആണോ? ഇത് സ്റ്റോൺ അല്ല, ഓക്കെ, റൂബി കളേർഡ് ആണ്, റൂബി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര എക്സ്പെൻസീവും അല്ല. അപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെൻഡി പാറ്റേൺ ആണിത്. എനിക്ക് തോന്നുന്നത് സാരിയുടെ കൂടെ ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ? അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു ലോങ് ചെയിനും കൂടെ ആഡ് ചെയ്താൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അടുത്തത് നമുക്കൊരു ലെയേഡ് പാറ്റേൺ ഓഫ് ഒരു നെക്ലസ് ആണിത്. നെക്ലസ് എന്ന് പറയാൻ പറ്റൂലേ? ലെയേഡ് പാറ്റേൺ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ചോദിക്കാം. ഈ മാല നമുക്ക് തലയിൽ കൂടി ഈസി ആയിട്ട് കടന്നു പോകത്തക്ക രീതിയിലുള്ളതായ കട്ടിംഗ് ബോളോട് കൂടിയ ഒരു മാലയാണ്. ആദ്യകാലങ്ങളിൽ മണിമാലയാണ് നമുക്ക് ഇതുപോലെ ഡിസൈനിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാ ബോളിലും ഡിസൈൻ ചെയ്ത് വരുന്നതായ കൊന്ത കെട്ടും പോലെയുള്ളതായ ഒരു ഡിസൈനാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. 2 ചെറിയ മൈന്യൂട്ട് കമ്പികൾ ചേർത്ത് കെട്ടിയതായ വളരെ ഫ്ലെക്സിബിളായ ഈ മാലയ്ക്ക് ഏകദേശം 3 പവനോളം തൂക്കമാണ് വരുന്നത്. കാഴ്ചയിൽ നല്ല ഭംഗിയുള്ളതായ നല്ല തിളക്കമുള്ളതായ ഒരു മാലയാണ് ഇത്. 3 ലെയറിലാണ് ഈ മാല ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. ഇതിൻ്റെ അനവധിയായ ഡിസൈൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് തലയിലൂടെ ഇടാൻ പറ്റുക എന്നുള്ളതാണ്. എപ്പോഴും കൊളുത്തൂരി ഇടുക എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഇടാൻ പറ്റുന്നത് ഇതുപോലെ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 3 ലെയറാണ് അല്ലേ? 3 ലെയറും ഒരേ ലെവലിലല്ല കിടക്കുന്നത് അല്ലേ? സെയിം ലെയറിലാണ്. അപ്പം നമുക്കതിന് കുറച്ച് തിക്നെസ്സും ഫീൽ ചെയ്യും. അപ്പം മറ്റ് നെക്ലെസ് അല്ലെങ്കിൽ ചോക്കറിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്താൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു സാരിയുടെ കൂടെയൊക്കെ വേണമെങ്കിൽ സിംഗിളായിട്ട് ഇതിനെ യൂസ് ചെയ്യാം. അതുപോലെ ഏത് കോസ്റ്റ്യൂം ആണെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനും കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ ചുങ്കത്തിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഹാവ് എ ഗ്രേറ്റ് ഡേ.